അതെടുത്ത് കളഞ്ഞ പെട്ടെന്ന് പോകും സ്വർഗത്തിലേക്ക്. എങ്ങനെ? കയ്യിൽ നിന്നൊരു കല്ല് താഴേക്കിട്ടാൽ, കയ്യിൽ നിന്നൊരു കല്ല് താഴേക്കിട്ടാൽ അത് എത്ര സ്പീഡിൽ താഴേക്ക് പോകുമോ അതുപോലെ സ്വർഗത്തിലേക്ക് കടന്നു പോകും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഇനി മുതൽ പള്ളിയൊക്കെ നോക്കിക്കോളാം. മാത്രന്നെ ചിരിക്കണ്ട, ഇതൊക്കെ കാണത്തുള്ളൂ. പോകാൻ ചിരിച്ചുകൊണ്ടിരുന്നാൽ മതി, ഇതൊക്കെ കാണത്തുള്ളൂ. പക്ഷെ അള്ള പച്ച തൊപ്പിയൊക്കെ ഇട്ടപ്പോൾ നല്ല അൽഹംദുലില്ലാ മാറ്റം. നമ്മുടെ വയത് കെട്ടപ്പോൾ നല്ല മാറ്റമുള്ളൊരു മനുഷ്യർ. പള്ളിയായിട്ട് ഇപ്പം അത്ര ആക്റ്റീവാണ്. ഉസ്താദിന് ഫുഡ് കൊണ്ടുവരാൻ ഒന്നാമത് ഇരിക്കുക. അൽഹംദുലില്ലാ അള്ളാഹു ഖൈറും ബറക്കത്തും. മോനെ കൂടെ കൊണ്ടുവരണം കേട്ടോ, ചെറുക്കനെ കൂടെ കൊണ്ടുവരണം. പുതിയ കാറൊക്കെ എടുത്തിട്ട് അവനെ അങ്ങ് വിട്ടേക്കുക. ഇൻഷാ അല്ലാഹ് അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാകട്ടെ. അള്ളാഹുവിനെ മറന്നുപോയാൽ പോലും ഒരു ചരിത്രമുണ്ട്, മനോഹരമായ ഒരു ചരിത്രം. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങ് നമ്മൾ പേടിക്കുന്നത് മറന്നു പോകുമെന്ന്. അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് 5 നേരം നിസ്കരിച്ചുകൊണ്ട് അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന നടക്കുന്ന ഒരു മനുഷ്യൻ ഖുർആൻ മറക്കൂല. കാരണം അള്ളാഹ് ഇഷ്ടപ്പെട്ടത് കൊണ്ടല്ലേ ഖുർആൻ കൊടുത്തത്. അതാ മനസ്സിലാക്കണ്ടേ. ഒരാൾ അള്ളാഹു ഇഷ്ടപ്പെട്ടത് കൊണ്ടാണല്ലോ അള്ളാഹുവിന് ഖുർആൻ കൊടുത്തത്. അപ്പൊ അള്ളാഹു ആദരിച്ചവനാണ്. മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന് ചില പ്രത്യേകമായ ആൾക്കാരുണ്ട്. വമൻ കാന യർജു ലിഖാഅ റബ്ബി ഫൽയുക്രിം അഹ്ലല്ലാഹ്. ഖുർആൻ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അള്ളാഹുവിന് ചില പ്രത്യേകമായിട്ടുള്ള ആൾക്കാർ. അഹ്ലുല്ലാഹ് എന്നാ പറഞ്ഞത്, അഹ്ലുകാർ എന്ന് പറഞ്ഞാൽ കുടുംബക്കാരെന്നല്ല, അത്രയും പ്രത്യേകമായി ചില ആൾക്കാർ. ആരാ നബിയെ? ഖുർആനിന്റെ ആൾക്കാരാണെന്ന് നബിയിന റസൂലുള്ളാഹി. അവർ അള്ളാഹുവിന്റെ അടുത്ത ആൾക്കാരാണ്, അള്ളാഹുമായിട്ട് അത്രയും ബന്ധമുള്ളവരാ. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഖുർആൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ മറന്നു പോകില്ല. വല്ലപ്പോഴും ഒന്ന് ഓതി കൊടുത്താൽ മതി, ഒന്ന് നനച്ചു കൊടുത്ത് ഓതിയെടുത്താൽ അൽഹംദുലില്ലാ ഓർമ്മയുണ്ടാകും. അള്ളാഹു ഓർമ്മശക്തി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി ഏറ്റവും മോശമായവനാണെങ്കിലോ നിങ്ങൾ ചിന്തിക്ക്. ഒരു ചരിത്രം കാണാം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഹാഫിളായ ഒരു സഹാബി, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിച്ച് ഹാഫിളായ ഒരു സഹാബി ഒരു യുദ്ധത്തിന് പോയതാ. ഒരു യുദ്ധത്തിന് വേണ്ടി കടന്നുപോയി. ചരിത്രം, അവിടെ നിന്ന് യുദ്ധത്തിന് വേണ്ടി കടന്നു പോകുന്ന സമയം ഒരു നാട്ടിലേക്ക് കടന്നു ചെന്നപ്പോൾ ഒരു ജൂത സ്ത്രീയെ, ഒരു സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കണ്ടു. വല്ലാത്ത ഗ്ലാമർ അവൾക്ക്. ആ പെണ്ണ് വല്ലാത്ത സുന്ദരിയാണ്. അവളെ കണ്ടതും ഈ ഖുർആൻ പഠിച്ച ഈ സഹാബിയായ ചെറുപ്പക്കാരൻ ആ പെണ്ണിനോട് വല്ലാത്തൊരു സ്നേഹം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രം പറയുകയാ, അവസാനം ആ പെണ്ണിനോട് പ്രണയം. അതാണല്ലോ പ്രണയം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാ. പ്രണയം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ പോയി. അതുകൊണ്ടാണല്ലോ പാപ്പ കാലി പിടിച്ചിട്ട് കരയും, ഉമ്മ കരഞ്ഞാലും ഒന്നും വേണ്ട എന്ന് പറഞ്ഞു പോകണത്. തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാതാ. അപ്പൊ അവസാനം ആ പെൺകുട്ടിയോട് വല്ലാത്തൊരു ആഗ്രഹമായി. അവസാനം അവള് പറഞ്ഞു, അവൻ പറഞ്ഞു, സഹാബി പറഞ്ഞു, എനിക്ക് വിവാഹം കഴിക്കണം, നിന്നോടൊപ്പം എനിക്ക് ജീവിക്കണം. ആ സമയത്ത് ആ പെൺകുട്ടി എവിടെ നിന്ന് പറഞ്ഞു, നീ ഞങ്ങളുടെ മതത്തിലേക്ക് വന്നാൽ നമുക്ക് നോക്കാം. ചരിത്രം പറയുകയാണ്, അങ്ങനെ ആ സ്വഹാബി ആ ജൂത പെൺകുട്ടിയുമായിട്ട് അവരുടെ മതത്തിലേക്ക് കടന്നു ചെന്നു. അങ്ങനെ ആ യുദ്ധം വരെ തോറ്റുപോയി എന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ്. അങ്ങനെ ആ യുദ്ധം തന്നെ തോറ്റുപോയി. അങ്ങനെ കുറെ കാലം കഴിഞ്ഞിട്ട് ഈ യുദ്ധത്തിന് പോയിരുന്ന ആ സ്വഹാബികൾ ഒരിക്കൽ ആ നാട്ടിലൂടെ ഇങ്ങനെ കടന്നു വരുമ്പോ അവിടെ എത്തിയപ്പോൾ ഓർമ്മ വന്നു, പണ്ടൊരു ചങ്ങാതി ഞങ്ങളുടെ കൂടെ വന്നിട്ട് ഇവിടെ പെണ്ണൊക്കെ കെട്ടി കൂടിയല്ലോ, ഓനെക്കുറിച്ചൊന്ന് അന്വേഷിച്ചു. ഞാൻ ചരിത്രമാ പറയണ. സഹാബിയുടെ ആ പേരെനിക്ക് ഓർമ്മയില്ലാതായിപ്പോയി. അത് ഞാൻ നോക്കി വെച്ചതല്ല, യാദർശികമായിട്ട് പറഞ്ഞുകൊണ്ട് പറയണേ. അങ്ങനെ നാട്ടിലേക്ക് കടന്നു ചെന്നപ്പോ അന്ന് പണ്ട് യുദ്ധത്തിന് വന്ന ആ സഹാബികളിൽപ്പെട്ട ഒരാൾ ചോദിച്ചു, ഞങ്ങളുടെ കൂടെ ഒരാളുണ്ടായിരുന്നു, ഇവിടെ വന്നിട്ട് അങ്ങനെ ഒരു പെണ്ണ് കെട്ടിയിട്ട് ഇവിടെ താമസിക്കുന്നുണ്ട്. അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് അവസാനം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ സഹാബിയെ കണ്ടെത്തി. അടുത്തു പോയിട്ട് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ പോയ സഹാബി ചോദിച്ചു, നീ ഹാഫിളായിരുന്നല്ലോ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ചവനായിരുന്നല്ലോ, എന്തെങ്കിലും നിനക്ക് ഓർമ്മയുണ്ടോ? അള്ളാഹുവിന്റെ ഖുർആനിലെ എന്തെങ്കിലും നിനക്ക് ഓർമ്മയുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സഹാബി പറഞ്ഞു, എല്ലാം മറന്നുപോയി, പക്ഷേ ഒരായത്ത് മാത്രം എൻ്റെ മനസ്സിലുണ്ട്. വല്ലാത്ത നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് മനസ്സിലാക്കണം. ആ സ്വഹാബി പറയുകയാ,
ഒരു അമുസ്ലിമായ ജൂത പെൺകുട്ടിയുടെ കൂടെ ജീവിക്കുന്ന, ഇസ്ലാമിൽ നിന്ന് അങ്ങോട്ട് പോയിട്ട് അവരുടെ മതമനുസരിച്ച് ജീവിക്കുന്ന ഒരു പെണ്ണിന് വേണ്ടി മതം മാറിപ്പോയവൻ പറഞ്ഞു, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ മുഴുവനും പഠിച്ചവനാണ് നീ, നിനക്ക് ആ ഖുർആനിൽ എന്തെങ്കിലും ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോ അവിടെന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? എനിക്ക് ഖുർആനിലെ സർവായത്തുകളും ഞാൻ മറന്നുപോയി, പക്ഷേ ഒരേ ഒരായത്ത് ഞാൻ മറന്നിട്ടില്ല. ഒരേ ഒരായത്ത് മാത്രം എൻ്റെ ഹൃദയത്തിലുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഏതായത്തായിരുന്നെന്നറിയുമോ? എന്തേ പടച്ചവനെ, ചരിത്രം പറയുകയാണ്. ആ മനുഷ്യൻ അവിടെന്ന് പറയുകയാ, പടച്ചവനെ എൻ്റെ ഹൃദയത്തിൽ ഓർമ്മയുള്ള ആയത്തേതെന്നറിയുമോ? നാളെ പടച്ച റബ്ബിന്റെ മുന്നിൽ എന്തായാലും ഇനി അവസാനം അല്ലാഹുവിന്റെ മുന്നിലേക്ക് നമ്മൾ തിരിച്ചു പോകുമല്ലോ. റബ്ബിന്റെ മുന്നിൽ പോയി നിൽക്കേണ്ടവരാണല്ലോ എന്നർത്ഥം വരുന്ന ഒരേ ഒരായത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ എപ്പോഴും പറയാറുണ്ട്. വത്തഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. എപ്പോഴും പറയാറുണ്ടല്ലോ, എവിടെ വേണമെങ്കിലും പൊക്കോ, എന്ത് വേണമെങ്കിലും ചെയ്തോ, എന്ത് വേണമെങ്കിലും കാണിച്ചോ, എങ്ങനെ വേണമെങ്കിലും നടന്നോ, വേണമെങ്കിലും ചെയ്യാ, ഒരു പരാതിയുമില്ല, ചോദിക്കാനും പറയാനും ആരുമില്ല. അടിച്ചുവിട്ടിരിക്കുന്ന പട്ടം പോലെ നിനക്ക് നടക്കാമടാ. പക്ഷേ നടന്ന് 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 അവസാനം അല്ലാഹ് പറയുകയാ, നീ സൂക്ഷിക്കണം, നീ സൂക്ഷിക്കണം. ഇതാണ് താക്കീതെന്ന് പറഞ്ഞ, ഇതാണ് ഭീഷണി എന്ന് പറഞ്ഞ, ഇതാണ് മുന്നറിയിപ്പെന്ന് പറഞ്ഞ അല്ലാഹ് പറയുന്നു, വത്തഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. സൂക്ഷിച്ചോടാ സിറാജ്, ഒരു ദിവസം നീ എൻ്റെ മുന്നിൽ വരണ്ടവനാടാ എന്ന് അള്ളാന്റെ ഖുർആൻ എവിടെന്ന് പറയുമ്പോ, ഖുർആനിലെ സർവായത്തുകളും മറന്നുപോയിട്ടും ആ മുസ്ലിമായ ജൂതയായ പെൺകുട്ടിയുടെ കൂടെ മതം മാറി ജീവിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അവിടെന്ന് അല്ലാഹുവേ ഇതുപോലെ അർത്ഥം വരുന്ന ഒരായത്ത്, ഈ ആയത്ത് മാത്രമാണ് എനിക്ക് ഓർമ്മയുള്ളതെന്ന് അവിടെന്ന് പറഞ്ഞു കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ, അല്ലാഹുവേ പടച്ച റബ്ബിനെ മറന്നിട്ട് പോയവന്റെ ഹൃദയത്തിന്റെ അകത്ത് പോലെ ഒരായത്തെങ്കിലും ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് പടച്ച റബ്ബിനെ പേടിച്ച് ജീവിക്കുന്നവന്റെ ഹൃദയത്തിന്റെ അകത്ത് അല്ലാഹുവിന്റെ ഖുർആൻ എങ്ങനെയാ മറന്നു പോവുക? അതുകൊണ്ട് പേടിക്കണ്ട. എങ്കിൽ അല്ലാഹുവിന്റെ ഖുർആനിലെ പല പല സൂറത്തുകൾ പഠിച്ചിട്ട് മറന്നു നടക്കുന്നവർ അല്ലാഹ് തരുന്ന ശിക്ഷ എന്തെന്നറിയുമോ? റസൂലുള്ളാഹി തങ്ങള് സഹാബത്തിനോട് സ്വർഗ്ഗത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാ, സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്, നരകത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. നരകത്തിനെ കുറിച്ചും നരകത്തിലെ തട്ടുകളെ കുറിച്ചും നരകത്തിന്റെ ശിക്ഷയെക്കുറിച്ച് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു കൊടുത്തു, സ്വഹാബാ, അവിടുന്ന് സ്വർഗത്തെക്കുറിച്ച്, സ്വർഗത്തിലെ പഴങ്ങളെ കുറിച്ച്, സ്വർഗത്തിലെ അരുവികളെ കുറിച്ച്, സ്വർഗത്തിലെ പദവികളെ കുറിച്ച്, സ്വർഗത്തിലെ മരങ്ങളെ കുറിച്ച്, സ്വർഗത്തിലുള്ള തരുന്ന ഭക്ഷണത്തെ കുറിച്ച് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോ, സ്വർഗവും നരകവും കേട്ടിരിക്കുന്ന സഹാബത്തിനോട് അള്ളാന്റെ റസൂൽ ചോദിക്കുന്നു, സ്വഹാബാ, ഈ എളുപ്പത്തിൽ സ്വർഗത്തിൽ പോകണോ? ഈ എളുപ്പത്തിൽ സ്വർഗത്തിൽ പോകണോ? ഒരു വഴി പറഞ്ഞു തരട്ടെ സഹാബാ. അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ ഒരു എളുപ്പ വഴി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ? അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുമ്പോ സ്വഹാബികൾ പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, മുത്തി നബിയേ,
സ്വർഗത്തിലേക്ക് പോകാനുള്ള എളുപ്പ വഴിയൊന്ന് പറഞ്ഞു തരുമോ യാ റസൂലല്ലാഹ്? മുത്തുനബി പറഞ്ഞു കൊടുക്കുകയാ, അല്ലാഹുവിന്റെ ഭവനമുണ്ടല്ലോ, അല്ലാഹുവിന്റെ വീടുകളുണ്ടല്ലോ, ഈ ഭൂമിയിലെ മസ്ജിദുകളുണ്ടല്ലോ, ആ പള്ളിക്കകത്ത് ജനങ്ങൾക്ക് ഉപദ്രവമായി കിടക്കുന്ന, ഈ പള്ളിക്കകത്ത് കിടക്കുന്ന ഒരു പേപ്പറാകട്ടെ, ഒരു ഇലയാകട്ടെ, ഒരു കമ്പാകട്ടെ, അതാരെങ്കിലും എടുത്ത് വെളിയിലേക്ക് കളഞ്ഞാൽ സ്വർഗത്തിലേക്ക് അവന് എളുപ്പം കടന്നു പോകാൻ കഴിയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എന്താ പറഞ്ഞേ? പള്ളിക്കകത്ത് കിടക്കണ ഒരു പേപ്പർ ഇത് ഒട്ടിച്ചിട്ടിരിക്കുന്നു, ഇന്ന് വിളക്കിയിട്ടില്ല, റോഡക്കുന്നു പടച്ചവനെ. ഇങ്ങനെ നോക്കിയാൽ ഈ പള്ളിക്കകത്ത് അവിടെ കിടക്കും. ആരെടുത്ത് കളയും വെളിയിൽ? അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അത് മോദീനെടുക്കട്ടെ അല്ലേ? അത് മോദീനെടുക്കട്ടെ. ഓനെ ശമ്പളം കൊടുത്ത് നിർത്തിയിരിക്കണം അതിനു വേണ്ടിയല്ലേ? നമ്മൾ ആലോചിക്ക്. പള്ളിക്കകത്ത് കിടക്കണ ഒരു പൊടിയെടുത്ത് വെളിയിൽ കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. റോഡിൽ കിടക്കണ എടുത്ത് കളഞ്ഞാൽ പോകാവോ? പറ മനുഷ്യ. ഇവിടെ റോഡിൽ കിടക്കണ ഒരു കമ്പെടുത്തിട്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായി കിടക്കുന്ന ഒരു കുപ്പിച്ചില്ലെടുത്ത് മാറ്റിയിട്ട സ്വർഗത്തിൽ പോകുമോ? പോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ അള്ളാഹുടെ വീടിനകത്ത് കിടക്കണ, അള്ളാഹുടെ വീടിനകത്ത് കിടന്ന അതെടുത്ത് കളഞ്ഞാൽ പെട്ടെന്ന് പോകും സ്വർഗത്തിലേക്ക്. എങ്ങനെ? കയ്യിൽ നിന്നൊരു കല്ല് താഴേക്കിട്ടാൽ, കയ്യിൽ നിന്നൊരു കല്ല് താഴേക്കിട്ടാൽ അത് എത്ര സ്പീഡിൽ താഴേക്ക് പോകുമോ അതുപോലെ സ്വർഗത്തിലേക്ക് കടന്നു പോകും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഇനി മുതൽ പള്ളിയൊക്കെ നോക്കിക്കോളാം. മാത്രന്നെ ചിരിക്കണ്ട, ഇതൊക്കെ കാണത്തുള്ളൂ പോകാൻ. ചുമ്മാ ചിരിച്ചുകൊണ്ടിരുന്നാൽ മതി, ഇതൊക്കെ കാണത്തുള്ളൂ. പക്ഷെ അള്ളാഹ് പച്ച തൊപ്പിയൊക്കെ ഇട്ടപ്പോൾ നല്ല അൽഹംദുലില്ലാ മാറ്റം. നമ്മുടെ വയത് കെട്ടപ്പോൾ നല്ല മാറ്റമുള്ളൊരു മനുഷ്യൻ. പള്ളിയായിട്ട് ഇപ്പം അത്ര ആക്റ്റീവാണ്. ഉസ്താദിന് ഫുഡ് കൊണ്ടുവരാൻ ഒന്നാമത് ഇരിക്കുക. അൽഹംദുലില്ലാ. അള്ളാഹു ഖൈറും ബറക്കത്തും. മോനെ കൂടെ കൊണ്ടുവരണം കേട്ടോ, ചെറുക്കനും കൂടെ കൊണ്ടുവരണം. പുതിയ കാറൊക്കെ എടുത്തിട്ട് അവനെ അങ്ങ് വിട്ടേക്കുക. ഇൻഷാ അല്ലാഹ്. അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കും.